ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമ്മൾ പോകുന്ന സമയത്ത് എക്സാം സെന്ററിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? 4 കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഒരു ലേസർ പ്രിന്റ് ചെയ്ത് വെച്ചൊരു അഡ്മിറ്റ് കാർഡ്. അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. ആൻഡ് അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ 2 കോപ്പി എടുത്ത് വെക്കുക. ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം, എക്സാം സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഒരു കോപ്പി നിങ്ങളുടെ എല്ലാ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും നിങ്ങളൊന്ന് കോപ്പി എടുത്ത് വെക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോ ID, നിങ്ങളുടെ പാൻ കാർഡ്, പാസ്പോർട്ട്, നിങ്ങൾ എന്താണോ അപ്ലൈ ചെയ്തിരുന്നത്, ഫോട്ടോ ID ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എന്താണോ അപ്ലോഡ് ചെയ്തിരുന്നത് അതിന്റെ കോപ്പി അല്ല, ഒറിജിനൽ വണ്ണ് കയ്യിൽ വെക്കുക. മൂന്നാമത്തത്, നിങ്ങൾ വാട്ടർ ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രമേ എടുക്കാവൂ. അല്ലാതെ ഉള്ളിലേക്ക് കാണാത്ത രീതിയിലുള്ള വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക് പോലെയുള്ള വാട്ടർ ബോട്ടിൽ അതൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോൾ പെന്ന് മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നാം, അപ്പൊ നമുക്ക് റഫ് വർക്ക് ഒക്കെ ചെയ്യാനുള്ള പേപ്പറൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ എക്സാമിനേഷൻ സെന്ററിന് റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാനൊന്നും പറ്റില്ല. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ആ പേപ്പർ, നിങ്ങൾ ഉപയോഗിച്ച പേപ്പർ തിരിച്ച് ആ എക്സാം സെന്ററിലെ ഇൻവിജിലേറ്റേഴ്സിന് തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ എക്സാം സെന്റർ വിട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എക്സാമിനേഷന് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതുപോലെ ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻസും ടൈംലി അപ്ഡേറ്റ്സും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. So see you there in the WhatsApp community and thanks for watching.